എല്ലാവർക്കും ഹാരിശ്രീയിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ടെസ്റ്റിലെ ഏറ്റവും വലിയ ചാപ്റ്ററും ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സിലൊന്നായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? അത് ഞാൻ ഡെഫിനിഷൻ പറഞ്ഞുതരാം. Whenever there is a change in the magnetic flux linked with a coil, an EMF is induced in the coil. ഈ പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. കാര്യം മനസ്സിലായില്ല, എന്നാലും ഞാനൊന്നും കൂടെ പറഞ്ഞുതരാം. എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു കോയിൽ എടുക്കാം, ഒരു സോളിനോയിഡ് എടുക്കാം. ഒരു സോളിനോയിഡും ഉണ്ട്. സോളിനോയിഡ് ഞാനൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാ ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത്? കറണ്ടിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണ്. ഒരു സോളിനോയിഡ് ഉണ്ട്, പിന്നെ ഒരു ഗാൽവനോമീറ്റർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് പുറമേ ആയിട്ട് ഞാൻ ആരെയും കൂടെ കൊണ്ടുവന്നു, ഒരു മാഗ്നറ്റും കൂടെ കൊണ്ടുവന്നു, നോർത്ത് സൗത്ത് എന്തോ ആയിക്കോട്ടെ. ഇതിന് ചുറ്റും എന്തുണ്ട്? ഉറപ്പായിട്ടും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഈ മാഗ്നറ്റ് ഞാൻ ഈ സോളിനോഡിലോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ആര് കട്ട് ചെയ്യും? സോളിനോഡ് കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേട്ടോ. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് കട്ട് ചെയ്യപ്പെടും. അങ്ങനെ കട്ട് ചെയ്യപ്പെടുമ്പോൾ എന്തുണ്ടാകപ്പെടും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. എന്തുണ്ടാകപ്പെടും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. EMF കാരണമാണ് കറണ്ട് ഉണ്ടാവാനായിട്ട് കാരണം വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു EMF ഒരു ഫോഴ്സ് ഉണ്ടാക്കപ്പെടും. അപ്പൊ ഈ ഫോഴ്സ് ഇലക്ട്രോണിനെ പുഷ് ചെയ്യും. അങ്ങനെ കറണ്ട് ഉണ്ടായി. അപ്പൊ അങ്ങനെ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു. ഈ പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അത് പ്രകാരം ഒരു കറണ്ട് ഉണ്ടാകും. നമ്മൾ ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വിളിക്കും. ഓക്കെ, ഇൻഡ്യൂസ്ഡ് കറണ്ട്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഡെഫിനിഷൻ കാണാൻ പഠിച്ച് വെച്ചിരിക്കുക. പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് ഡെഫിനിഷൻ മലയാളത്തിൽ പറയുവാണെങ്കിൽ ഒരു മാഗ്നറ്റ് ഉണ്ടായിരിക്കും, അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ട് ആവുകയാണെങ്കിൽ അതൊരു EMF, നമ്മുടെ ഈ കോയിൽ EMF ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. ഈ കോയിൽ ഒരു EMF ഉണ്ടാകും. ആ EMF ഒരു ഫോഴ്സ് ആണ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് നമ്മുടെ ഇതിലുള്ള ഇലക്ട്രോൺസിനെ, നമ്മുടെ കോയിലുള്ള ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യും. അങ്ങനെ ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇതിൽ മൂവ് ചെയ്ത് കറണ്ട് ഉണ്ടാകും. ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. അത് കാരണം നമ്മുടെ ഗാൽവനോമീറ്റർ നീഡിൽ എന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യും. അപ്പം ഡൗട്ട് നിങ്ങൾക്ക് വരാം, വെറുതെ ഇതിനകത്ത് കൊണ്ട് വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഇവിടെ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യോ? ഇല്ല. അതൊക്കെ ഐദർ വൺ ഓഫ് ദം മസ്റ്റ് ബി ഇൻ മോഷൻ. ഏതെങ്കിലും ഒരാൾ മോഷനിലായിരിക്കണം. ഒന്നില്ലെങ്കിൽ നമ്മുടെ സോളിനോയിഡ് മോഷനിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഗാൽവനോമീറ്റർ അല്ലല്ലോ സോറി മാഗ്നറ്റ് മോഷനിലായിരിക്കണം. വെറുതെ ഇരുന്നെന്നും പറഞ്ഞാൽ അവിടെ ഫീൽഡൊന്നും കട്ടാവുന്നില്ല, ചുമ്മാ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ഏതെങ്കിലും രണ്ടിലേതെങ്കിലും ഒരാൾ മോഷനിലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാകും? അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നൊരു പ്രതിഭാസം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി അടുത്ത് പഠിക്കാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രതിഭാസത്തിൽ പ്രവർത്തിക്കുന്ന 3 ഉപകരണം പഠിക്കാനുണ്ട്. 3 ഒന്ന് AC ജനറേറ്റർ, 2 DC ജനറേറ്റർ, 3 നമ്മുടെ മൈക്ക് ഉണ്ടല്ലോ, മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. 3 ഉപകരണം, AC DC ജനറേറ്ററും മൂവിംഗ് കോയിൽ മൈക്രോഫോണും. ആദ്യം നമുക്ക് AC ജനറേറ്ററിനെ കുറിച്ച് പഠിക്കാം. AC ജനറേറ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. AC DC നമുക്ക് AC പഠിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് DC പഠിക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് വന്ന AC ജനറേറ്ററിന്റെ പ്രധാനപ്പെട്ട പാർട്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഫിഗർ അങ്ങോട്ട് വരയ്ക്കാം. AC ജനറേറ്ററിന് പ്രധാനമായിട്ടും എന്തുണ്ട്? നോർത്ത് സൗത്ത് ഫീൽഡ് മാഗ്നറ്റുകളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് എന്താ? വെറും മാഗ്നറ്റ് അല്ല, ഫീൽഡ് മാഗ്നറ്റ്. ഇതിന് വലിയ മാഗ്നറ്റുകൾ ആയതുകൊണ്ട് ഫീൽഡ് മാഗ്നറ്റ്. ഇതിന്റെ ഇടയിൽ ആരുണ്ടായിരിക്കും? ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ആരുള്ളത്? കോയിൽ. നമ്മുടെ കോയിൽ ആർമേച്ചർ എന്നൊക്കെ വിളിക്കും. ആർമേച്ചർ കോയിൽ എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ കോയിൽ. ആർമേച്ചർ ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. പിന്നെ ആരുണ്ട്? ആർമേച്ചർ ഉണ്ട്. ആർമേച്ചറിന്റെ അറ്റത്തോട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ 2 വട്ടങ്ങൾ കാണപ്പെടും. 2 വട്ടങ്ങൾ, കംപ്ലീറ്റ് വട്ടങ്ങളാണ്. ഈ വട്ടങ്ങളെ വിളിക്കുന്ന പേരാണ് സ്ലിപ്പ് റിങ്സ് എന്ന് വിളിക്കും. ഇനി സ്ലിപ്പ് റിങ്സിനോടൊപ്പം ചേർന്ന് ഗ്രാഫൈറ്റ് കൊണ്ടുണ്ടാക്കിയ ബ്രഷസ് ഉണ്ടായിരിക്കും. പിന്നെ എക്സ്റ്റേണൽ സർക്യൂട്ട് പോകുന്നുണ്ട്. എങ്ങോട്ടാന്ന് വെച്ചാൽ കുഴപ്പമില്ല, എക്സ്റ്റേണൽ സർക്യൂട്ട് പോകുന്നുണ്ട്. ഈ 4 പാർട്ടാണ് നമ്മുടെ AC ജനറേറ്ററിൽ ഉള്ളത്. ഓക്കെ, AC ജനറേറ്ററിന്റെ 4 പാർട്സ് ഏതൊക്കെയാണ്? ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, വട്ടത്ത് ഫുൾ റിങ്സ് ആണ്, കംപ്ലീറ്റ് റിങ്സ് ആയ സ്ലിപ്പ് റിങ്സ്, പിന്നെ എന്തുണ്ട്? ബ്രഷസ് ഉണ്ട്. പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് AC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്ത് എനർജി എന്തായിട്ട് മാറുന്നു പറഞ്ഞു തരാം. നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു തരണം. ആദ്യം ഇവിടെ എങ്ങനെയാണ് നമ്മുടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്?
ഇവിടെ നമ്മുടെ എന്തുണ്ട്, മാഗ്നറ്റ് ഉണ്ട്. നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് ആര് പോകുന്നുണ്ട്? നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്. നമ്മുടെ ഈ ആർമേച്ചറിനിട്ട് കറക്കും. നമ്മുടെ സാധാരണ പവർ സ്റ്റേഷൻസിൽ നേരെ തിരിച്ചാണ്. എന്നാൽ നമുക്ക് തൽക്കാലം മനസ്സിലാക്കാൻ എളുപ്പത്തിന് പറഞ്ഞു തരുവാണ്. നമ്മുടെ ആർമേച്ചറിട്ട് കറക്കും. ഈ ആർമേച്ചറിട്ട് കറക്കുന്ന ഏതിന്റെ ഇടയ്ക്കാ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ടാകും. അത് കട്ടാകുമ്പോഴോ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും, കറണ്ട് ഉണ്ടാകും. ആൻഡ് ദാറ്റ് കറണ്ട് ഈസ് ടേക്കൻ ഔട്ട് ടു ദി എക്സ്റ്റേണൽ സർക്യൂട്ട് ത്രൂ ദി സ്ലിപ്പ് റിംഗ്സ് ആൻഡ് ബ്രഷസ്. അപ്പൊ ആ കറണ്ട് എങ്ങനെയാ നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ട് എടുക്കുന്നത്? സ്ലിപ്പ് റിംഗിലൂടെയും ബ്രഷസിലൂടെയും. പരീക്ഷയ്ക്ക് ചോദ്യം വരാം, സ്ലിപ്പ് റിംഗിന്റെയും ബ്രഷസിന്റെ ഉപയോഗം എന്താണ്? അത് എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ട് കറണ്ട് കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് സ്ലിപ്പ് റിംഗും ബ്രഷസും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇനി പറഞ്ഞേ, ഇവിടത്തെ എനർജി കൺവേർഷൻ എന്ത് എനർജി എന്തായിട്ട് മാറുന്നത്? അപ്പൊ ആദ്യം നമ്മുടെ ആർമേച്ചർ കിടന്ന് കറങ്ങുക. അപ്പൊ ആർമേച്ചർ കറങ്ങുന്നതുകൊണ്ട് അവിടെ എന്ത് എനർജി ആയിരിക്കും? അത് മെക്കാനിക്കൽ എനർജിയാണ്. കറങ്ങുന്ന എനർജി എന്താ? മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറും? നമുക്ക് പിന്നീട് ഇലക്ട്രിസിറ്റിയിലേക്ക് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് വരുന്നതിന്റെ ഗ്രാഫിനെ കുറിച്ചാണ്. അതിന്റെ ഗ്രാഫ് എങ്ങനെയാ വരുന്നത്? നമ്മുടെ AC ജനറേറ്ററിന്റെ ഗ്രാഫ് നമ്മൾ EMF ഇവിടെ Y ആക്സിസിൽ EMF ഇവിടെ ടൈം എടുക്കുവാണെങ്കിൽ AC ജനറേറ്റർ നമ്മുടെ AC കറണ്ട് എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ഡയറക്ഷൻ മാറി, പ്ലസ് മൈനസ് മാറി മാറി വരും. ഒരു സൈക്കിൾ പ്ലസ് വരും, മറ്റേ സൈക്കിൾ മൈനസ്, പ്ലസ് മൈനസ് പ്ലസ് മൈനസ് എന്ന് പറഞ്ഞങ്ങ് പോകും. ഇത്രയാണ് നമുക്ക് AC ജനറേറ്ററിൽ പഠിക്കാനുള്ളത്. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിള്, പാർട്സ്, എനർജി കൺവേർഷൻ, ഫിഗർ, സ്ലിപ്പ് റിംഗ്സ്, നമ്മുടെ സ്ലിപ്പ് റിംഗ്സും നമ്മുടെ ബ്രഷസിന്റെ ഉപയോഗങ്ങൾ, അതിന്റെ ഗ്രാഫ്, ഇത്രയും കാര്യങ്ങൾ AC പഠിക്കാനുള്ളത്. അടുത്ത ജനറേറ്റർ DC ജനറേറ്റർ. ഇവിടെ തന്നെ വെച്ചങ്ങ് പറഞ്ഞുതരാം. DC ജനറേറ്റർ അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട്. DC ജനറേറ്ററിൽ ഒരു വ്യത്യാസം മാത്രം വരും. നമ്മൾ ഇവിടുത്തെ സ്ലിപ്പ് മാറി ഇവിടെ ആര് വരും? സ്പ്ലിറ്റ് റിംഗ് വരും. എന്തോന്ന് വരും? സ്പ്ലിറ്റ് റിംഗ്. റിംഗ് എല്ലാം ഇൻകംപ്ലീറ്റ് ആയിരിക്കും. നേരത്തെ ഫുൾ റിംഗ്സ് ആയിരുന്നല്ലോ, ഇവിടെ വരുന്നത് ഇൻകംപ്ലീറ്റ് റിംഗ് ആയിരിക്കും. ബാക്കിയെല്ലാം കറക്റ്റാണ്. ബാക്കി ഗ്രാഫും കൂടെ മാറ്റാൻ വരും, പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെയാണ്. ഇനി നേരത്തെ നടന്ന അതേ സംഭവം തന്നെ ഇവിടെ നടക്കുന്നത്. കറങ്ങുന്നു, ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പം കറങ്ങുമ്പോൾ അതിനകത്തുണ്ടാകുന്ന കറണ്ട് ഏത് കറണ്ടാന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ എന്തോ പറയുക? AC കറണ്ടാണോ DC കറണ്ടാണോ ഉണ്ടാകുന്നത്? അതായത് നമ്മുടെ ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ട്. ഓക്കെ, അപ്പം DC ജനറേറ്ററിലും AC ജനറേറ്റർ ആയിക്കോട്ടെ, ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ട് ഇതുപോലത്തെ കറണ്ടാണ്. AC കറണ്ട് ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഔട്ട്പുട്ട് അല്ല പറഞ്ഞത്. DCയുടെ ഔട്ട്പുട്ട് അല്ല ഞാൻ പറഞ്ഞത്. ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ട് ഈ സാധനം തന്നെ ഉണ്ടാകുന്നത്, ഇതേ സാധനം തന്നെ ഉണ്ടാകുന്നത്. പക്ഷേ നമുക്കറിയാം DC ഔട്ട്പുട്ട് എങ്ങനെയാണ് പോകുന്നത്? DC ഔട്ട്പുട്ട് ഇങ്ങനെയാണ് പോകുന്നത്, ഡും ഡും ഇങ്ങനെ പോകും. DC ജനറേറ്റർ ഔട്ട്പുട്ട് അതെങ്ങനെ ഇങ്ങനെയാവുന്നത്? എടാ, അതിനാണ് ഇവിടെ നമ്മുടെ ആരൊക്കെ ഉള്ളത്? നമ്മുടെ സ്പ്ലിറ്റ് റിംഗ്സും ബ്രഷസും. ഇതിന്റെ യഥാർത്ഥ പേര് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ സ്പ്ലിറ്റ് റിംഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് സംഭവിക്കുന്ന ഇവിടെ നമുക്ക് AC കറണ്ട് ഇവിടെ ഉണ്ടായി, ഇതുപോലെ AC കറണ്ട് ഇവിടെ ഉണ്ടായി. പക്ഷെ ഇവിടെ കറണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഓരോ ഹാഫ് സൈക്കിളിലും കറണ്ട് ഡയറക്ഷൻ അങ്ങോട്ട് മാറ്റിക്കൊടുക്കും. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക്, ഈ സൈക്കിൾ എത്തുമ്പോഴത്തേക്കും കറണ്ട് ഡയറക്ഷൻ കൊണ്ട് നമ്മുടെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ മാറ്റി കൊടുക്കും. അങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ ഇവിടെ മുകളിലോട്ട് കയറും. അങ്ങനെ ഓരോ ഹാഫ് സൈക്കിളിൽ മാറ്റി കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? DCയുടെ ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് AC DC. ബാക്കി വർക്കിംഗ് പ്രിൻസിപ്പിളും ബാക്കിയൊക്കെ ഒരുപോലെ തന്നെയാണ്. ആകെ വ്യത്യാസം വരുന്നത് ഇവിടെ AC സ്ലിപ്പ് ആണെങ്കിൽ DCയിൽ സ്പ്ലിറ്റ് വരും. AC EMF നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ DC EMF ഇങ്ങനെ ആയിരിക്കും. എന്തുകൊണ്ടാണ് DC EMF ഇങ്ങനെ ആവാൻ കാരണം ഇവിടെ എന്നുള്ളത് കൊണ്ടാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഉള്ളതുകൊണ്ട്. ഇനി ചോദിക്കാം, ആർമേച്ചറിൽ ഉണ്ടാവുന്ന കറണ്ട് AC ആണോ DC ആണോ? ഇവിടെ രണ്ട് ജനറേറ്ററിലും ആർമേച്ചറിൽ ഉണ്ടാവുന്ന കറണ്ട് AC ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെ ഔട്ട്പുട്ട് വരുന്ന DCയിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നു. ഇനി മൂന്നാമത്തെ ഉപകരണമാണ് നമ്മുടെ മൂവിങ് കോയിൽ മൈക്രോഫോൺ. നമ്മുടെ മൈക്ക് ഉണ്ടല്ലോ, സംസാരിക്കാൻ ഉപയോഗിക്കുന്ന മൈക്ക്, മൂവിങ് കോയിൽ മൈക്രോഫോൺ. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? യെസ്, മൂവിങ് കോയിൽ മൈക്രോഫോൺ അഥവാ മൈക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന മൈക്ക്. ഇതിങ്ങനെ പ്രവർത്തിക്കുന്നത്, ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്. എങ്ങനെ പ്രവർത്തിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് നിങ്ങളിവിടെ. ഇതിന്റെ വർക്കിംഗ് വരുന്നത്, ഇതിൽ നമുക്ക് ഒരു മാഗ്നറ്റ് ഉണ്ട്, ഒരു വലുതല്ല ചെറിയൊരു മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, സംഭവിച്ചു, ചെറിയൊരു മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റിന് ചുറ്റുമായിട്ടൊരു വോയിസ് കോയിൽ. ഈ കോയിലിനെ വിളിക്കുന്ന പേരാ വോയിസ് കോയിൽ. ഒരു വോയിസ് കോയിലുണ്ട്. ഓക്കെ, ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു പാളിയുണ്ട്. നമ്മൾ ആ പാളിയെ വിളിക്കുന്ന പേരാണ് ഡയഫ്രം എന്ന് വിളിക്കും. പിന്നെ ഇത് എക്സ്റ്റേണൽ സർക്യൂട്ട് നേരെ ഒരു ആംപ്ലിഫയറിലോട്ടൊക്കെ പോകുന്നത്.
ഇത് നമുക്ക് വേണ്ട, തൽക്കാലം ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ഇതാണ് നമ്മുടെ ബേസ്, നമ്മുടെ മൂവിങ് കോയിൽ മൈക്രോഫോണിന്റെ ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ട് വരുന്നത്. ഇനി എങ്ങനെ നമുക്കിതിൽ സിഗ്നൽസ് ഒക്കെ ഉണ്ടാവുന്നത്, എങ്ങനെ മൈക്ക് എങ്ങനെ ഇത്രയും സൗണ്ട് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്? എടാ നമ്മൾ സംസാരിക്കില്ല, ഇവിടെ സൗണ്ട്, ഞാൻ ഇവിടെ സംസാരിക്കുകയാണെന്ന് കരുതിക്കും, ഇവിടെ എന്തെങ്കിലും ഞാൻ ഒരു സൗണ്ട് ഉണ്ടാക്കി, അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സൗണ്ട് വേവ്സ് ഈ ഡയഫ്രത്തിൽ വന്നിരിക്കും. ഡയഫ്രത്തിൽ എവിടെ വന്നിരിക്കും? ഡയഫ്രം. ആൻഡ് ദിസ് ഡയഫ്രം is linked with the voice coil. ഡയഫ്രം ആരുമായിട്ട് ലിങ്ക് ഉണ്ട്? വോയിസ് കോയിൽ. അപ്പൊ നമ്മുടെ സൗണ്ട് വേവ്സ് വന്ന് ഡയഫ്രത്തിൽ ഇരിക്കുമ്പോൾ ആര് വൈബ്രേറ്റ് ചെയ്യും? ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഡയഫ്രവുമായിട്ട് ലിങ്ക് ഉള്ള ആര് വൈബ്രേറ്റ് ചെയ്യും? നമ്മുടെ ആരാ? വോയിസ് കോയിൽ. വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് എവിടെ ഇരുന്ന വൈബ്രേറ്റ് ചെയ്യുന്നത്? ദാറ്റ് വോയിസ് കോയിൽ ഈസ് വൈബ്രേറ്റിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്നാണ് നമ്മുടെ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തുണ്ടാവും? അവിടെ ഫീൽഡ് ലൈൻസ് കട്ട് ചെയ്തില്ലേ? ഫീൽഡ് ലൈൻസ് കട്ട് ചെയ്ത് അവിടെ എന്തുണ്ടാവും? ഒരു EMF ഉണ്ടായി, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു, ഒരു കറണ്ട് ഉണ്ടായി അവിടെ. ഒരു ഇലക്ട്രിക് സിഗ്നൽ ഉണ്ടായി. ഈ ഇലക്ട്രിക് സിഗ്നൽ നമ്മുടെ എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി നമ്മുടെ ആംപ്ലിഫയറിലോട്ടൊക്കെ പോയി ലൗഡ് സ്പീക്കറിലോട്ടാണ്, നമ്മൾ മറ്റേ പാടത്തിൽ പഠിക്കും, ലൗഡ് സ്പീക്കറിലോട്ടൊക്കെ അങ്ങ് പോകും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൂവിങ് കോയിൽ മൈക്രോഫോണിൽ നടക്കുന്നത്. ചോദ്യം ഇതാണ് വരുന്നത്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, എനർജി കൺവേർഷൻ. എന്ത് എനർജി ആയിട്ട് മാറുന്നു? എടാ ഇവിടെ എന്ത് എനർജി? ഇവിടെ വന്ന് നമ്മുടെ ഇടിക്കുമല്ലേ? ആരിടിക്കുക? നമ്മുടെ സൗണ്ട് വേവ്സ് ഒന്ന് ഇടിക്കുമല്ലേ? നമ്മുടെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. എന്ത് എനർജി? വൈബ്രേഷൻ. അതൊരു മെക്കാനിക്കൽ എനർജിയാണ്. അപ്പൊ മെക്കാനിക്കൽ എനർജി എഗെയിൻ ഇവിടെ എന്ത് എനർജി ആയിട്ട് മാറി? ഇലക്ട്രിക്കൽ. അപ്പൊ നമ്മൾ ഇവിടുത്തെ എനർജി കൺവേർഷനും മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പഠിക്കാനുള്ളത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്, പാഠത്തിലല്ല, ടോപ്പിക്കിൽ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് പഠിച്ചു, അതിൽ പ്രവർത്തിക്കുന്ന 3 ഉപകരണവും പഠിച്ചു. അടുത്ത രണ്ടാമത്തത് മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? അതിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? മ്യൂച്വൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മ്യൂച്വൽ, പരസ്പരം. അപ്പൊ 2 കോയിൽ പരസ്പരം, അപ്പൊ 2 പേര് വേണമല്ലോ, പരസ്പര ബന്ധം. അപ്പൊ ഉറപ്പായിട്ടും 2 കോയിൽ വരും. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷനിൽ 2 കോയിലുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, മ്യൂച്വൽ ഇൻഡക്ഷനിൽ 2 കോയിലുണ്ട്. ഈ കോയിൽ പിടിച്ച് AC കൊടുക്കുവാണെങ്കിൽ, DC ആരും കൊടുത്ത് വെക്കില്ല. മ്യൂച്വൽ ഇൻഡക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് AC തന്നെ വേണം. എങ്കിലും വേരിങ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാന്ന്. ഓക്കെ, തൽക്കാലം അങ്ങനെ കേട്ടിരുന്നോ? ഇവിടെ ഒരു ബൾബും പിടിച്ചു കൊടുക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇവിടെ AC കൊടുത്തു. ഇവിടെ സംഭവിക്കുന്നത് ഈ AC, ശ്രദ്ധിച്ചിരിക്കണേ, ഈ AC കറണ്ട് ഇതിലൂടെ കടന്നു പോകുന്നു. AC കറണ്ട് എങ്ങനെയുള്ള കറണ്ട്? നല്ല വേരിയിങ് കറണ്ട് അല്ലേ? മാഗ്നിറ്റ്യൂഡൊക്കെ എപ്പോഴും വേരി, EMF ഒക്കെ വേരി ചെയ്തിരിക്കുന്ന ഒരു കറണ്ടാണ്. അപ്പം അങ്ങനെ ഒരു കറണ്ട് നമ്മുടെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചു, വെൻ കറണ്ട് പാസസ് ത്രൂ എ കണ്ടക്ടർ, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പം ഇതിലൂടെ കടന്നു പോകുന്നത് ഒരു വേരിയിങ് കറണ്ടാണ്. അപ്പം വേരിയിങ് കറണ്ട് കടന്നു പോകുമ്പോൾ ഇതിന് ചുറ്റും എന്തുണ്ടാവും? ഒരു വേരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഇത്രയും മനസ്സിലായല്ലോ. അപ്പം ഇത് നമ്മുടെ പ്രൈമറി, അല്ല ആദ്യത്തെ നമ്മൾ കറണ്ട് കൊടുക്കുന്ന ആദ്യത്തെ കോയിലായതുകൊണ്ട് നമുക്ക് ഇതിനെ പ്രൈമറി കോയിൽ എന്ന് വിളിക്കാം. കുഴപ്പമില്ല, പ്രൈമറി കോയിൽ എന്ന് വിളിക്കാം. പ്രൈമറി കോയിലിൽ നമ്മൾ വേരിയിങ് ആയിട്ടുള്ള കറണ്ട് കൊടുത്തു. വേരിയിങ് കറണ്ട് കൊടുത്താൽ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. വേരിയിങ് എന്ന് വെച്ചാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാറിയും കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു വേരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ചുറ്റും ഉണ്ടാകും. അങ്ങനെയുള്ള വേരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിലാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ ഈ കോയിലിരിക്കുന്നത്. അങ്ങനെ വേരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ ഇതിരിക്കുമ്പോൾ ഈ കോയില് ഇതിൽ നിന്നുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ടി. അത് കാരണം ഇതിലെന്തുണ്ടാകും? ഇതിലൊരു EMF ഉണ്ടാകും. ഇതിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ആര് കട്ട് ചെയ്യും? 11 കട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡറി കോയിൽ കട്ട് ചെയ്യും. ഇത് പ്രൈമറി കോയിൽ നിന്ന് എടുക്കാം, നമുക്ക് ഇതിന്റെ സെക്കൻഡറി കോയിൽ നിന്ന് എടുക്കാം, കുഴപ്പമില്ല. അപ്പൊ ഇതില് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതിലൊരു EMF ഉണ്ടാകും, ആണല്ലോ. ഈ EMF കാരണം അല്ലെങ്കിൽ അതിൽ കറണ്ട് ഉണ്ടാകും. അതാണ് നമ്മുടെ ബൾബിന്റെയും ബൾബിന്റെയും ഈ ഒരു പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരാൾക്കുണ്ടാകുന്ന മാറ്റം കാരണം മറ്റവന് വരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷനിൽ പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് എപ്പോഴും ഒരു മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏത് ഉപകരണം, അല്ലെങ്കിൽ ഉപകരണം തന്നിട്ട് വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയും. ഉപകരണം ഇതാണ്, ട്രാൻസ്ഫോമർ. എന്താണ് ട്രാൻസ്ഫോമർ? എന്തിനാണ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെയാണ് പലപ്പോഴും ഫസ്റ്റ് പാർട്ട് ചോദ്യം വരുന്നത്. ഇതിന്റെ കണക്കിൽ പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കിയാൽ ട്രാൻസ്ഫോമർ എന്താണെന്നുള്ളത്. എന്തിനാ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ AC വോൾട്ടേജ്. കൂട്ടാനും കുറയ്ക്കാനും. ആരെ കൂട്ടാനും കുറയ്ക്കാനും? AC വോൾട്ടേജിനെ കൂട്ടാനും കുറയ്ക്കാനും. വിത്തൗട്ട്, എന്തിന് മാറ്റമില്ല? വിത്തൗട്ട് ചേഞ്ച് ഇൻ പവർ. ഏതിന് മാറ്റം വരരുത്?
നമ്മുടെ പവറിന് മാറ്റം വരാതെ, പവറൊക്കെ നമുക്കറിയാം, പവറിന് മാറ്റം വരാതെ വോൾട്ടേജ് കൂട്ടാനും AC വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ ട്രാൻസ്ഫോമർ. അപ്പം വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പം 2 തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഉണ്ട്. ഏതൊക്കെ? വോൾട്ടേജ് കൂട്ടാൻ പറ്റുന്നവൻ ട്രാൻസ്ഫോമറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ്. വോൾട്ടേജ് കുറയ്ക്കുന്ന ട്രാൻസ്ഫോമറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പം നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ പറഞ്ഞുകൊണ്ടിരുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് മനസ്സിലായി. മ്യൂച്വൽ ഇൻഡക്ഷൻ വർക്കിംഗ് പ്രിൻസിപ്പിളായി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് നമ്മുടെ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന്റെ ഉപയോഗം എന്താണ്? വോൾട്ടേജ് AC വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ പവർ. 2 തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫിഗർ വെച്ച് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിന്റെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. അത് പഠിക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചിരുന്നോണം. അന്ന് പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഒരു സെന്റൻസ് കണ്ടോ? വിത്തൗട്ട് ചേഞ്ച് ഇൻ പവർ. പവറിന് മാറ്റം വരുന്നില്ല. ദാറ്റ് ഇസ് പവർ ഇസ് എ കോൺസ്റ്റന്റ്. പവർ എന്താണ്? പവർ കോൺസ്റ്റന്റ് എന്നാ. പവറിന്റെ ഫോർമുല എന്താ? B × I. നമ്മളിവിടെ ഇതാ ഉപയോഗിക്കുന്നത് കേട്ടോ. വേറെ കുറെ ഫോർമുലാസ് ഉണ്ട്, നമുക്ക് ഇത് മതി. P²/I²R ഒക്കെ ഉണ്ട്, നമുക്ക് തൽക്കാലം VI മതി. അപ്പം VI = കോൺസ്റ്റന്റ്. പവർ കോൺസ്റ്റന്റ് അർത്ഥം എന്തായിരിക്കും? VI കോൺസ്റ്റന്റ്. അതായത് 2 പേര് തമ്മിൽ ഗുണിക്കുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഒരാൾ കൂടുമ്പോൾ മറ്റവൻ കുറയണം. അപ്പം വോൾട്ടേജ് കൂടി നിൽക്കുന്നിടത്ത് ആര് കുറഞ്ഞു നിൽക്കും? കറണ്ട് നിൽക്കണം. കറണ്ട് കുറഞ്ഞു നിൽക്കണം എങ്കിലേ നമ്മുടെ പവർ എന്തായിട്ട് നിൽക്കത്തുള്ളൂ? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. വോൾട്ടേജ് കൂടി നിൽക്കുന്നിടത്ത് ആര് കുറവായിരിക്കും? കറണ്ട്. ഇനി കറണ്ട് കുറഞ്ഞു നിന്നാൽ, വോൾട്ടേജ് കുറഞ്ഞു നിന്നാൽ അവിടെ കറണ്ട് എന്തായിരിക്കും? കൂടുതൽ. അതിന് അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആര് കോൺസ്റ്റന്റ് ആവത്തുള്ളൂ? പവർ കോൺസ്റ്റന്റ് ആവത്തുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. എങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റെപ്പ് അപ്പിന്റെ സ്റ്റെപ്പ് ഡൗണിന്റെ ഡിഫറൻസിയേഷൻ നമ്മുടെ ഫിഗറിലോട്ട് കിടക്കാം. ഫിഗർ വന്നിട്ട് നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഈ ഒരു ഫിഗർ മാത്രമേ പഠിക്കാവുള്ളൂ. കൂടുതലൊന്നും പഠിച്ച് വെക്കുക എല്ലാവരും. ഇത്രയും മാത്രം പഠിക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു. ബാക്കി എന്താണോ സ്റ്റെപ്പ് അപ്പ് അതിനെ തലതിരിച്ച് സ്റ്റെപ്പ് ഡൗൺ എഴുതി വെക്കണം. അപ്പം സ്റ്റെപ്പ് അപ്പ് മാത്രമേ പഠിക്കാവുള്ളൂ. ഇവിടെ നമ്മൾ സ്റ്റെപ്പ് അപ്പിൽ എങ്ങനെയുള്ള വയേഴ്സായി? നല്ല തിക്ക് വയറല്ലേ. അപ്പം സ്റ്റെപ്പ് അപ്പിൽ തിക്ക് വയറെങ്കിൽ എന്താ പ്രൈമറി, ഇവിടെ പ്രൈമറി കോയിൽ, ഇത് നമ്മുടെ സെക്കൻഡറി കോയിൽ. നമ്മുടെ സ്റ്റെപ്പ് അപ്പിലെ പ്രൈമറിയിൽ തിക്ക് വയറാണെങ്കിൽ സെക്കൻഡറിയിൽ എങ്ങനെയുള്ള വയറായിരിക്കും? തിന്ന് വയറായിരിക്കും. കുഴപ്പമില്ലല്ലോ, ഇല്ല, ഇതുവരെ ഓക്കെയാണ്. അപ്പം തിക്ക് വയറാണെങ്കിൽ സ്റ്റെപ്പ് അപ്പിൽ യൂസ് ചെയ്യുന്നു. നമ്മുടെ തിൻ വയേഴ്സ് എവിടെ യൂസ് ചെയ്യും? നേരെ തിരിച്ചെടുത്താൽ മതി. ഇനി ഇപ്പം എന്തായിരിക്കും സ്റ്റെപ്പ് ഡൗൺ? നിങ്ങൾ തന്നെ പറഞ്ഞേടാ, ഈ സാധനം ഒന്ന് തിരിച്ചെടുക്കണം. അല്ലാണ്ട് നിങ്ങൾ ആരും സ്റ്റെപ്പ് ഡൗൺ ഒന്നും പഠിക്കാൻ നിൽക്കരുതേ. സ്റ്റെപ്പ് അപ്പ് പഠിച്ചതിനെ തിരിച്ചെടുത്താൽ മതി. ഇവിടെ തിക്ക് വയേഴ്സ് വന്നത് പ്രൈമറിയിലല്ലേ, അപ്പൊ ഇവിടെ എവിടെയായിരിക്കും തിക്ക് വയേഴ്സ് വരുന്നത്? സെക്കൻഡറിയിൽ വരും. ഓക്കെ. ഇനി ഇവിടെ തിൻ വയേഴ്സ് വന്ന സെക്കൻഡറിയിലല്ലേ, അപ്പൊ ഇവിടെ തിൻ വയേഴ്സ് വരുന്ന എവിടെയായിരിക്കും? പ്രൈമറി. അതുകൊണ്ട് ഒരിക്കലും ആരും സ്റ്റെപ്പ് ഡൗൺ ഒന്നും പഠിക്കാൻ നിൽക്കരുത്. സ്റ്റെപ്പ് ഡൗൺ ആരും പഠിക്കാൻ നിൽക്കരുത്. ഏത് പഠിച്ചാൽ മതി? സ്റ്റെപ്പ് അപ്പ് പഠിച്ചാൽ മതി. സ്റ്റെപ്പ് അപ്പ് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇത് പഠിച്ചിട്ട് മറ്റേത് തിരിച്ചെടുക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ പ്രൈമറി, thin wires are used in secondary. Number of turns is less in the primary. Number of turns is more in the secondary. ഓക്കെ. ഇനി സ്റ്റെപ്പ് അപ്പ് എന്ന് വെച്ചാൽ വോൾട്ടേജ് കൂട്ടാൻ ഉപയോഗിക്കുന്ന ഉപകരണമല്ലേ. ഇവിടെ വോൾട്ടേജ് എന്തായിരിക്കും? നല്ല കൂടുതൽ. ഇവിടെ വോൾട്ടേജ് എന്തായിരിക്കും? ഇവിടെ കുറവായിരിക്കും. കുറഞ്ഞ വോൾട്ടേജിനെ കൂടുന്നു. അപ്പം നമുക്ക് അത് വെച്ച് വേറൊരു പോയിന്റ് കൂടെ എഴുതാം. വോൾട്ടേജ് ഈസ് ലെസ് ഇൻ ദ പ്രൈമറി, വോൾട്ടേജ് ഈസ് ഹൈ ഇൻ ദ സെക്കൻഡറി. അപ്പം ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു, വോൾട്ടേജ് കുറവാണെങ്കിൽ കറണ്ട് എന്തായിരിക്കും? കൂടുതൽ. വോൾട്ടേജ് കൂടുതലാണെങ്കിൽ കറണ്ട് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ വോൾട്ടേജ് കൂടുതലല്ല, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? കറണ്ട് കുറവായിരിക്കും. ഇവിടെ കറണ്ട് കുറവെങ്കിൽ ഇവിടെ കറണ്ട് എന്തായിരിക്കും? കൂടുതൽ. അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ പടം വെച്ച് കുറേ പോയിന്റ് എഴുതാൻ പറ്റുന്നതുണ്ടോ? ഇനി ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം നേരെ തലതിരിച്ച് ഇവിടെ എഴുതിക്കോണം. അവിടെ അല്ലാണ്ട് ആരും സ്റ്റെപ്പ് ഡൗൺ ഒന്നും പഠിച്ചുകൊണ്ട് പോകരുത്. രണ്ടും കൂടെ കാണപ്പെടാൻ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തലതിരിഞ്ഞു പോകും. ഇത് നന്നായിട്ട് സ്റ്റെപ്പ് അപ്പ് എന്താണെന്ന് വ്യക്തമായി പഠിച്ചതിന് ശേഷം സ്റ്റെപ്പ് ഡൗണിലോട്ട് കിടന്നാൽ മതി. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. സ്റ്റെപ്പ് അപ്പ് തിക്ക് വായ, ഞാൻ ബോർഡിൽ പോലും നോക്കുന്നില്ല. സ്റ്റെപ്പ് അപ്പിൽ തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ പ്രൈമറി. അപ്പോൾ തിക്ക് അവിടെയാണെങ്കിൽ തിന്നെ എവിടെ? സെക്കൻഡറിയിൽ തിൻ വയേഴ്സ് ആയിരിക്കും. ഇനി നമ്പർ ഓഫ് ടേൺസ് എവിടെ ആയിരിക്കും? കുറവ്. പ്രൈമറി കുറവായിരിക്കും. നമ്പർ ഓഫ് ടേൺസ് മോർ ഇൻ ദ സെക്കൻഡറി. ഇനി അടുത്ത് എന്താ പറയുക? നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലേ പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്തിനാ ഉപയോഗിക്കുന്നത്? വോൾട്ടേജ് കൂട്ടാണ്. അപ്പം സെക്കൻഡറിയിൽ വോൾട്ടേജ് എന്തായിരിക്കും? കൂടുതൽ. ഇപ്പം സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലെങ്കിൽ പ്രൈമറിയിൽ വോൾട്ടേജ് കുറവായിരിക്കും. ഇനി പ്രൈമറിയിൽ വോൾട്ടേജ് കുറവാണെങ്കിൽ അവിടെ കറണ്ട് കൂടുതലായിരിക്കും. ഇനി നമ്മുടെ സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലെങ്കിൽ കറണ്ട് എന്തായിരിക്കും? കുറവ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒറ്റ ഫിഗറിൽ നിന്ന് തന്നെ നിരത്തി അങ്ങോട്ട് എഴുതി വെക്കാം. ഇത് പഠിച്ച് നേരെ തിരിച്ച് എവിടെ പഠിക്കുക? സ്റ്റെപ്പ് ഡൗണിൽ പഠിക്കുക. ഓക്കെ.
കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറും കഴിഞ്ഞു, സ്റ്റെപ്പ് അപ്പ് ആയി, സ്റ്റെപ്പ് ഡൗൺ ആയി. ഇനി ട്രാൻസ്ഫോമറിന്റെ ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടെ നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞുതരാം. ഈ ഇക്വേഷൻ വെച്ച് പരീക്ഷയ്ക്ക് ഒരുപാട് കണക്കുകൾ വരുന്നുണ്ട്, ഒരുപാട് വർഷങ്ങളിൽ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇക്വേഷൻ നമുക്ക് വിടാൻ പറ്റത്തില്ല. ഇക്വേഷൻ പറയുന്നു VS/VP = NS/NP = IP/IS. അപ്പോൾ ഒരു ടേംസ് എന്താണെന്ന് പറഞ്ഞേ. VS എന്ന് വെച്ചാൽ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി, PPO വോൾട്ടേജ് ഇൻ ദ പ്രൈമറി, NSO നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി, കറണ്ട് ഇൻ ദ പ്രൈമറി ആൻഡ് കറണ്ട് ഇൻ ദ സെക്കൻഡറി. കുഴപ്പമില്ലല്ലോ ഇതുവരെ? ഇല്ല. ഇനി ഒരു കാര്യം കൂടെ, നമുക്ക് പവർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞല്ലോ. പവർ കോൺസ്റ്റന്റ് എന്ന് അർത്ഥം IV എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് പ്രൈമറിയിലുള്ള IV-യും സെക്കൻഡറിയിലുള്ള IV, നമ്മൾ VI എന്നാണല്ലേ പഠിച്ചത്, അങ്ങനെ തന്നെ പഠിക്കാം. B × I എന്നാണ്. അപ്പം നമ്മൾ തിരിച്ച് മാറ്റി എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത് കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട. പവർ VP × IP = VS × IS. ഇത്രയും ഇക്വേഷൻസ് ആണ് നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ള, ട്രാൻസ്ഫോമർ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യം ഇക്വേഷൻ വെച്ചുള്ള കണക്ക് നമ്മൾ ചെയ്തു തരാം. ആദ്യം ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്ഫോമർ പഠിക്കാവുള്ളൂ. കഴിഞ്ഞില്ല ട്രാൻസ്ഫോമർ, മ്യൂച്വൽ ഇൻഡക്ഷൻ കഴിഞ്ഞു, ട്രാൻസ്ഫോമർ കഴിഞ്ഞു. അടുത്ത ടോപ്പിക്ക് പവർ ട്രാൻസ്മിഷൻ. എങ്ങനെയാണ് വൈദ്യുതി നമ്മുടെ വീട്ടിലോട്ട് എത്തുന്നത്? ഓക്കെ, അതിനു മുന്നേ പവർ ട്രാൻസ്മിഷൻ പഠിക്കുന്നതിന് മുന്നേ നമുക്കൊരു ടേമും കൂടെ പഠിക്കാനുണ്ട്, ട്രാൻസ്മിഷൻ ലോസ്. അതും കൂടെ പഠിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് കിടക്കാം. എന്താണ് ട്രാൻസ്മിഷൻ ലോസ്? വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം. നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പവർ സ്റ്റേഷനുകളിലാണ്. അറിയാമല്ലോ, കൂടംകുളം പവർ സ്റ്റേഷൻ, ഒരുപാട് പള്ളിവാസിൽ കുറേ ഉണ്ട് പവർ സ്റ്റേഷൻസ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് എത്തണ്ടേ? അപ്പോൾ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം, എത്ര ദൂരം, എത്ര സമയം സഞ്ചരിക്കണം? ഇത്രയും ദൂരം അല്ലെങ്കിൽ ഇത്രയും സമയം ലൈൻ കമ്പികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ലൈൻ കമ്പികളിൽ എന്തോ ഒരു സാധനം ഉണ്ടാകും. നമുക്കറിയാം ജൂൾസ് ലോ പ്രകാരം H = I²RT. കറണ്ട് കൂടെയാണെങ്കിലോ ടൈം കൂടെയാണെങ്കിലോ റെസിസ്റ്റൻസ് കൂടെയാണെങ്കിലോ ആരും കൂടെ കൂടും? ഹീറ്റ് കൂടും. അപ്പോൾ ഇത്രയും ദൂരം, ഇത്രയും സമയം സഞ്ചരിച്ച് അങ്ങി നിങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് വരണ്ടേ? ഇത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ, ഇത്രയും ദൂരങ്ങൾ സഞ്ചരിക്കുമ്പോൾ എനർജി ഈസ് ലോസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. നമുക്ക് ഹീറ്റ് എനർജി ആയിട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി നഷ്ടപ്പെട്ടു പോകും. അവിടെ ഉൽപ്പാദിപ്പിച്ച കറണ്ട് അത്രയും ഹീറ്റായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു. ആ ഒരു നഷ്ടപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്മിഷൻ ലോസ്. ഇത്രയും ദൂരം സഞ്ചരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി അത്രയും ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്മിഷൻ ലോസ്. അപ്പം നമ്മുടെ ലക്ഷ്യം എങ്ങനെ ഈ ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാം? ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? അല്ലേ, നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മാക്സിമം ഇങ്ങോട്ട് തന്നെ എത്തണം, എഫിഷ്യൻസി കൂട്ടണം നമുക്ക്. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹീറ്റ് എങ്ങനെ കുറയ്ക്കാം? റെസിസ്റ്റൻസും ടൈമും നമുക്ക് മാറ്റാൻ ആപ്ലിക്കബിൾ ആണ്, പക്ഷെ അത് പ്രാക്ടിക്കബിൾ അല്ല. ടൈം നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. റെസിസ്റ്റൻസ് ഒക്കെ കൂട്ടാനും കുറയ്ക്കാനും നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ കമ്പിയൊന്നും ഇപ്പോൾ ഈ അളവിൽ ഇരിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് അത് രണ്ടും പ്രാക്ടിക്കബിൾ അല്ല. നമുക്ക് ആകെ മാറ്റം വരുത്താൻ പറ്റുന്നത് കറണ്ടില്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, കറണ്ട് ഹീറ്റ് കുറയ്ക്കണമെങ്കിൽ ആരെ കുറയ്ക്കാം? കറണ്ട് കുറയ്ക്കാം. കറണ്ട് കുറയ്ക്കുവാണെങ്കിൽ കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈദ്യുതിയൊക്കെ, നമ്മുടെ ഉപകരണമൊക്കെ നേരെ പ്രവർത്തിക്കുമോ? കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ പവർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കറണ്ട് കുറഞ്ഞു ശരിയാണ്, പക്ഷെ പവറും കൂടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. കറണ്ട് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്നത് അവിടെ വോൾട്ടേജിനെ കൂട്ടിക്കൊടുക്കും. ഇൻ ഓർഡർ ടു കീപ് ദ പവർ കോൺസ്റ്റന്റ് വി ഇൻക്രീസ് ദ വോൾട്ടേജ്. എന്ത് കൂട്ടിക്കൊടുക്കും? വോൾട്ടേജ് കൂട്ടും. ഇപ്പം നമ്മുടെ പവർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി കറണ്ട് താഴ്ന്നു. കറണ്ടിനെ കുറച്ചാൽ മതി. കറണ്ടിനെ കുറയ്ക്കാണ്ട് നമ്മൾ ആരെ കൂട്ടിക്കൊടുക്കും? വോൾട്ടേജ് കൂട്ടിക്കൊടുക്കുമ്പോൾ കറണ്ട് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞോളും. കറണ്ട് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഹീറ്റ് ലോസും കുറയും. ഓക്കെ, പവർ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ്. നമുക്കിനി എങ്ങനെയാണ് നമ്മുടെ വീട്ടിലോട്ട് എത്തുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ പവർ സ്റ്റേഷൻസ് ആണെന്ന് കരുതുക. പവർ സ്റ്റേഷൻ PS പവർ സ്റ്റേഷൻ ആണെന്ന് കരുതുക. ഇവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏകദേശം 11 കിലോ വോൾട്ടിലാണ്. അതായത് 11,000 വോൾട്ടിൽ ഉൽപ്പാദിപ്പിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ലേ, വോൾട്ടേജ് ഇങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹീറ്റ് ലോസ് ഉണ്ടാകും. അപ്പോൾ ആ ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് നമുക്ക് അപ്പ് ചെയ്യണം, വോൾട്ടേജ് ഒന്ന് ബിൽഡപ്പ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ആരും ഉപയോഗിക്കും? നമ്മൾ ഏതോ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിക്കുമല്ലോ. ഏത് ട്രാൻസ്ഫോമറുടെ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഈ 11 കിലോ വോൾട്ടിന് നമുക്ക് എത്രയാക്കി മാറ്റാം? 220 കിലോ വോൾട്ട്. എന്തിനാ ഇങ്ങനെ വോൾട്ടേജ് കൂട്ടുന്നത്? ഇൻ ഓർഡർ ടു റെഡ്യൂസ്
ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൂട്ടുന്നത്? നമ്മുടെ വോൾട്ടേജ് കൂട്ടും. പരീക്ഷയ്ക്ക് ചോദ്യം ഇങ്ങനെ വരാം, ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ എന്തെങ്കിലും മെത്തേഡ് സജസ്റ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പം നിങ്ങൾ എഴുതി വെച്ചോണം, വോൾട്ടേജ് കൂട്ടിയാൽ മതി. 11 നിന്ന് 220 ആക്കിയാൽ മതി. ഇനി 220 ആക്കിയല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് 220 നേരെ അടിച്ച് വീട്ടിൽ കയറി വരുന്നില്ലല്ലോ, എങ്കിൽ വീട് നിന്ന് കത്തും. അത്രയൊന്നും അല്ല വരുന്നത്. നമ്മൾ ചെയ്യുന്നത് അത്രയും വോൾട്ടേജ് കൂട്ടിയതിന് ശേഷം സക്സസീവായിട്ട് പല പല ഘട്ടങ്ങളിലായിട്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് അതിൻ്റെ വോൾട്ടേജ് നമ്മൾ കുറച്ച് വരും. അപ്പം ഇവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ചു, വോൾട്ടേജ് കുറച്ചൊരു 110 ആക്കി മാറ്റി. പിന്നെ വീണ്ടും ഒരു സ്റ്റെപ്പ് ഡൗൺ വെച്ചു, അതൊരു 66 ആക്കി മാറ്റി, 66 കിലോ വോൾട്ട് ആക്കി മാറ്റി, 66 കിലോ വോൾട്ട് ആക്കി മാറ്റി. അവസാനം കുറച്ച് എല്ലാം കൂടെ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്നൊരു സാധനമുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ നിങ്ങൾ കണ്ടിട്ടുണ്ട്? നമ്മുടെ റോഡ് സൈഡിലേക്ക് ഇരിക്കുന്ന ട്രാൻസ്ഫോമർ ആരാ? ഡിസ്ട്രിബ്യൂഷൻ. ഹരിശ്രീയുടെ ഫ്രണ്ടിൽ അവിടെ ഇരിപ്പുണ്ട്, ഏതാ? ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ഇവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് ഇതിടയ്ക്ക് വീണ്ടും കുറേ ഘട്ടങ്ങളുണ്ട് കേട്ടോ. കുറച്ച് അവസാനം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ എത്തുമ്പോൾ അത് 11 എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നമ്മൾ വന്നെത്തും. ഇനി ഇതേ 11 ആണോ വീട്ടിൽ കയറി വരുന്നത്? അല്ല. ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറും ഒരു സ്റ്റെപ്പ് ഡൗൺ ആണ്, ഡിസ്ട്രിബ്യൂഷൻ ഒരു സ്റ്റെപ്പ് ഡൗൺ ആണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും? അതിനെ വീണ്ടും കുറയ്ക്കും. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറും വീണ്ടും കുറച്ച് എത്ര വോൾട്ടേജ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന 230 വോൾട്ടേജ് ആക്കി മാറ്റി നമ്മുടെ വീട്ടിലോട്ടൊക്കെ എത്തിക്കും. ഇത്രയും കാര്യങ്ങളാണ് വീടായല്ലോ, കുഴപ്പമില്ലല്ലോ. ഇത്രയും കാര്യങ്ങളാണ് പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? അടിപൊളി. അപ്പം ആദ്യം അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന 11 കിലോ വോൾട്ടിലാണ്. എന്നിട്ട് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വെച്ച് നമ്മൾ കൂട്ടുന്നു. എന്തിനു കൂട്ടുന്നു? അതാണ് അവിടുത്തെ ചോദ്യം. എന്തിനാ കൂട്ടുന്നത്? ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ. ദെൻ സക്സസീവായിട്ട് വീണ്ടും കുറച്ച് അവസാനം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എത്തുമ്പോൾ അത് 11 ആവുന്നു. അത് ഗെയിൻ വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ആണ്, അത് വീണ്ടും 230 ആക്കി നമ്മുടെ വീടുകളിലോട്ട് എത്തിക്കുന്നു. ഇവിടെ വരുന്ന ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്: വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഇസ് യൂസ്ഡ് ഇൻ ദി പവർ സ്റ്റേഷൻ? പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഏത് ടൈപ്പാണ്? സ്റ്റെപ്പ് അപ്പ്. വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഇസ് യൂസ്ഡ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ? അവിടെ നമ്മുടെ വീടുകളിൽ ആ സ്ഥലത്ത് അല്ലെങ്കിൽ ഇങ്ങ് വീട്ടിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് ഏത് തരം ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പവർ ട്രാൻസ്മിഷനിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഹൗസ് ഹോൾഡ് കണക്ഷൻ. നമ്മുടെ വീടുകളിലോട്ട് എങ്ങനെയാണ് വൈദ്യുതി എത്തുന്നതും വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെടുന്നതൊക്കെയാണ് നമുക്ക് അടുത്ത് പഠിക്കാം. നമ്മുടെ ലൈൻ കമ്പിൽ നിന്ന് നമുക്ക് ഒരു ഫേസ് ലൈൻ കൊടുക്കും. ടോട്ടൽ 3 ഫേസ് ഉണ്ട്. അതും കൂടെ ഒരു കാര്യം പറഞ്ഞു തന്നേക്കാം. ന്യൂട്രലിന്റെ പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്. ഇനി ഒരു ഫേസും ഒരു ന്യൂട്രലും തമ്മിൽ ഏകദേശം 230 വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇനി 2 ഫേസും തമ്മിൽ 400 വോൾട്ടേജ് പൊട്ടൻഷ്യൽ. ഇത് കാര്യം ഓർത്ത് വെച്ചിരിക്കുക, പൊട്ടൻഷ്യൽ വ്യത്യാസം. ഇതെവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇവിടെ 400 വോൾട്ടേജ് 2 ഫേസും കൂടെ നമ്മൾ നേരെ കൊടുക്കുന്നത് നമ്മുടെ ഇൻഡസ്ട്രീസിലോണാണ്. ഇൻഡസ്ട്രി, നല്ല വലിയ സ്റ്റീൽ ഇൻഡസ്ട്രി ഒക്കെ ഇല്ലേ, അവിടെയൊക്കെയാണ് നമ്മൾ 2 ഫേസും കൂടെ ഒരുമിച്ച് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അവിടെ ഉപയോഗിക്കുന്ന വലിയ മെഷീൻസ് ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് 2 ഫേസും കൂടെ അവിടെ പിടിച്ച് കൊടുക്കും ഇൻഡസ്ട്രിയിൽ. നമുക്ക് വീട്ടിലേക്ക് വേണ്ടി അത്രയും വേണോ? വേണ്ട. ചെറിയ ഉപകരണമല്ലേ വീട്ടിലുള്ളത്. അപ്പം നമുക്ക് എന്ത് മാത്രം മതി? ഒരു ഫേസും ഒരു ന്യൂട്രലും മാത്രം മതി. അവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഏകദേശം എത്രയായിരിക്കും? 230 വോൾട്ടേജ് ആയിരിക്കും. അതേപോലെയാണ് നമ്മുടെ വീടുകളിലോട്ട്. നമ്മുടെ വീടാണ് കേട്ടോ, ഇത് വീടാണ് സങ്കല്പിക്കുക. നമ്മുടെ വീടിനകത്തുള്ള കാര്യങ്ങളാണ് സങ്കല്പിക്കുക. വീട്ടിലേക്ക് വരുന്നു, ഒരു ഫേസ് ലൈനോടും കണ്ടോ, ഒരു ഫേസ് ലൈൻ എടുക്കും. പിന്നെ ആരെ എടുക്കും? ഒരു ന്യൂട്രൽ ലൈനെ എടുക്കും. ഫേസ് ലൈനിന്റെ കളർ ശ്രദ്ധിക്കണം. ഫേസ് ഏത് കളറല്ല? റെഡ് കളറല്ല. ന്യൂട്രലോ? ബ്ലാക്ക് കളറല്ല. നേരെ കണക്ഷൻ എങ്ങോട്ടാ വരുന്നത്? ആദ്യത്തെ കണക്ഷൻ വരുന്നത് എങ്ങോട്ടാ? കിലോ വാട്ട് അവർ മീറ്റർ. ഇപ്പൊ എന്തിനാ കിലോ വാട്ട് അവർ മീറ്റർ ഉപയോഗിക്കുന്നത്? നമ്മൾ എന്തുമാത്രം വൈദ്യുതി, ഇലക്ട്രിക്കൽ എനർജി എന്തുമാത്രം കൺസ്യൂം ചെയ്തു, അതിന്റെ അളവ് അല്ലെങ്കിൽ അതെന്തുമാത്രം എമൗണ്ട് ആയി. ആദ്യമേ എല്ലാവർക്കും പൈസയല്ലേ വേണ്ടത്. അപ്പൊ അങ്ങനെ ആലോചിക്കാം. ഫസ്റ്റ് കണക്ഷൻ എല്ലാവർക്കും ആദ്യം പൈസയാണ് പ്രധാനം. അപ്പൊ ആദ്യത്തെ കണക്ഷൻ എങ്ങോട്ടാ പോകുന്നത്? എന്തുമാത്രം പൈസയായി എന്നറിയാൻ വേണ്ടിയാണ്. അപ്പൊ ആദ്യത്തെ കണക്ഷൻ നേരെ പോകുന്നത് കിലോ വാട്ട് അവർ മീറ്റർ. കിലോ വാട്ട് അവർ മീറ്ററിൽ നിന്ന് നേരെ എങ്ങോട്ടാണ്? നമ്മുടെ മെയിൻ സ്വിച്ചിലോട്ടാണ് ഫ്യൂസ് പോകുന്നത്. നമ്മുടെ ഫേസ് ലൈൻ അങ്ങോട്ട് പോവുകയാണ്. ഫേസ് ലൈൻ പോകുമ്പോൾ അവിടെ ആര് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫേസ് ലൈനിൽ ആര് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഫ്യൂസ് വയർ. അപ്പൊ ഫ്യൂസ് എവിടെ കണക്ട് ചെയ്തു? ഫേസിൽ. ഫ്യൂസ് ഫേസ്. അങ്ങനെ ഓർത്ത് വെച്ചിരിക്കണം, നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത്. ഫ്യൂസ് കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയെന്ന് ഒരു മാർക്കിന് ചോദിക്കും. ഫ്യൂസ് കണക്ട് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഫേസ് ലൈനിൽ. അങ്ങനെ തന്നെ പഠിച്ചോണം.
അത് കഴിഞ്ഞതിന് ശേഷം നേരെ മെയിൻ സ്വിച്ച് കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ടാ പോകുന്നത്? ELCB, നമ്മുടെ വീട്ടിന് സുരക്ഷ ഉറപ്പ് വരുത്തുന്ന ELCB, MCB ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ പോകുന്ന എങ്ങോട്ടാ? നമ്മുടെ വീട് ഉപകരണങ്ങളിലോട്ട്. MCB ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് കഴിഞ്ഞ് അടുത്ത് പോകുന്നത് വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരോ ഉപകരണങ്ങളിലോട്ടാണ് പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതിൽ വരുന്നത്. ഇനി പരീക്ഷയ്ക്ക് എങ്ങനെ ഇതിൽ ചോദ്യം വരുന്നത്? പരീക്ഷയ്ക്ക് ഇതിൽ ചോദ്യം വരുന്നത് 2 രീതിക്കാണ്. ഒന്നാമത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഗർ തരും. ഫിഗർ അവർ തന്നെ തന്നിരിക്കും. തന്നിട്ടും മാറ്റിയും തിരിച്ചൊക്കെ തന്നിരിക്കും. അതായത് ഈ ഫേസ്, നമ്മുടെ ഫ്യൂസ് ഉണ്ടല്ലോ, ഫ്യൂസ് എടുത്ത് ഇവിടെ എടുത്ത് കൊടുത്തിരിക്കും. പിന്നെ കിലോ വാട്ട് അവറിൽ ആദ്യം മെയിൻ സ്വിച്ച്, അതായത് മെയിൻ സ്വിച്ച് ഇവിടെയും വരും, കിലോ വാട്ട് അവർ ഇവിടെയും വരും. ഇപ്പോൾ എറർ കണ്ടുപിടിക്കാനാണ് കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചോദിക്കും, ഫിഗറും തരാതെ ചോദിക്കും. നമുക്ക് ഫിഗർ വെച്ച് തന്നെ പഠിക്കാം. അപ്പോൾ ചോദ്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യം, ഏത് ഡിവൈസിലോട്ടാണ് ഫേസും ന്യൂട്രലും ആദ്യം കണക്ട് ചെയ്യപ്പെടുന്നത്? ഏത് ഡിവൈസിലോട്ടാ? കിലോ വാട്ട് അവർ. രണ്ടാമത്തെ ചോദ്യം, ഫ്യൂസ് ഏതിലാണ് കണക്ട് ചെയ്യപ്പെടുന്നത്? ഫ്യൂസ് ഏതിലാണ് കണക്ട് ചെയ്യപ്പെടുന്നത്? ഫേസിലാണ് ഫ്യൂസ് കണക്ട് ചെയ്യപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം, എർത്ത് ലൈൻ ആരംഭിക്കുന്ന എവിടെ? നമ്മുടെ ഇത് കണ്ടോ, ഇവിടെ വര കിടക്കുന്ന ഈ പച്ച വര കണ്ടോ? പച്ചയാണ് നമ്മുടെ എർത്ത് കേട്ടോ. എർത്ത് ആരംഭിക്കുന്ന എവിടെ നിന്ന്? എർത്ത് ഇവിടെ നല്ല ഇവിടെ നിന്ന് തുടങ്ങുന്ന എവിടെ നിന്നാ? അപ്പൊ എർത്ത് ആരംഭിക്കുന്ന എവിടെ നിന്നാ? എർത്ത് ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം ദി കിലോ വാട്ട് അവർ മീറ്റർ. മൂന്നാമത്തെ ചോദ്യം. അടുത്തൊരു ചോദ്യം വരുന്നത്, നമ്മുടെ വീട്ടിലുള്ള ഉപകരണമൊക്കെ ഏത് കണക്ഷനിലാണ്? ഏത് കണക്ഷനിലാണ്? സീരീസിലാണോ പാരലലാണോ? വീട്ടിലുള്ള ഉപകരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഏതിലാണ്? പാരലൽ. എന്തുകൊണ്ട് പാരലൽ? അതാണ് അടുത്ത സെക്ഷൻ ചോദ്യം. വൈ? എന്തുകൊണ്ട് വീട്ടിലെ ഉപകരണം പാരലലിൽ കണക്ട് ചെയ്യുന്നു? എന്തുകൊണ്ടാ? ഒന്നാമത്തെ കാര്യം, സെയിം വോൾട്ടേജ്. എല്ലാ ഉപകരണങ്ങൾക്കും കിട്ടുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും. രണ്ടാമത്തതോ, സെപ്പറേറ്റ് സ്വിച്ചസ്. ഓരോ ഉപകരണവും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഒന്ന് ഓഫ് ചെയ്താൽ സീരീസ് ഓഫ് ആകുമ്പോൾ എല്ലാം കൂടെ ഓഫ് ആവത്തില്ല. ഈച്ച് ഡിവൈസ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ സെപ്പറേറ്റ് സ്വിച്ചസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെയാണ്. അപ്പം വീട്ടിൽ നമ്മൾ ഏത് രീതിയിലുള്ള കണക്ഷൻ ആപ്പ്? സീരീസ് ആണോ പാരലലാണോ? പാരലലാണ്. പാരലൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, വോൾട്ടേജ് എല്ലാ ഉപകരണങ്ങൾക്കും സെയിം വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ഈച്ച് ഡിവൈസ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ സെപ്പറേറ്റ് സ്വിച്ചസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനിൽ വരുന്നത്. ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നത്, ഫിഗർ തന്നിട്ട് തെറ്റ് കണ്ടുപിടിക്കാൻ പറയും. തെറ്റ് എവിടെയാണ്? റീഡ്രോ ചെയ്യാനൊക്കെ പറയും. ഏറ്റവും കൂടുതൽ അവർ ചോദിച്ച് കാണുന്ന ഒരു ചോദ്യം ഇതാണ്. ഈ സംഭവം ഫ്യൂസ് അവർ മാറ്റി കൊടുത്തിരിക്കും. എർത്ത് ലൈൻ ആരംഭിക്കുന്ന സ്ഥലം മാറ്റും. ഈ ഒരു വര കാണത്തില്ല, അവർ നേരെ ഇവിടെ നിന്നൊക്കെ കൊടുത്തതാണ്. ഈ ഒരു സംഭവം ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ പാരലൽ, എല്ലാം കണക്ട് ചെയ്യുന്നത് സീരീസിലാണോ പാരലലാണോ എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം. ഇത്രയും കാര്യങ്ങളാണ് പലപ്പോഴും അവർ ചോദിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് പാഠം അവസാനിക്കുന്നതിന് മുന്നേ എന്തായാലും പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ച് കാണുന്ന ട്രാൻസ്ഫോമർ എന്നൊരു ന്യൂമറിക്കൽ എപ്പോഴും കമ്പൽസറി ആണ്, എല്ലാ വർഷം ചോദിക്കാറുള്ളത്. എന്തായാലും നമുക്ക് അതും കൂടെ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്കറിയാം ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാ? ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, നെയിം ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ. മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒന്നാമത്തെ വാട്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ നമുക്ക് ചെയ്യാം. അത് നമുക്ക് ആദ്യമേ ഒന്നും കയറി എഴുതരുതാരും, കാരണം നമുക്കത് ആലോചിച്ച് സമയം കളയണ്ട. അത് നമുക്ക് പിന്നെ ചെയ്യാം. നമുക്ക് ആദ്യം CND ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഏതാണ് ട്രാൻസ്ഫോമർ. നമുക്ക് അപ്പം ഐഡിയ കിട്ടും. തൽക്കാലം A പാട്ട് അവിടെ ജസ്റ്റ് ഒറ്റ വരി മാത്രമേ ഉള്ളൂ, അങ്ങനെ വിട്ടിരിക്കുക. B പാട്ട് എഴുതുക. ഈ ടൈപ്പ് ചോദ്യം വരുമ്പോൾ ആദ്യമേ B പാട്ട് എഴുതുക. ഏത് പ്രിൻസിപ്പിളാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. എപ്പോഴും ചോദിക്കാറുണ്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇനി നമുക്കിനി തന്നിരിക്കുന്ന എടുത്ത് എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, നമ്മുടെ ഒരു ട്രാൻസ്ഫോമർ വന്നിട്ടുണ്ട്. പ്രൈമറിയിൽ എണ്ണം അല്പം കൂടുതലാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് 2000 ഉണ്ട്. സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് 500 ഉണ്ട്. കുഴപ്പമില്ല, 2000 ഉണ്ട്, 500 ഉണ്ട്. ഇനി വേറെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഓക്കെ, ഔട്ട്പുട്ട് ഫ്രം ദ സെക്കൻഡറി ഈസ് 50 വോൾട്ട്. ഔട്ട്പുട്ട് കിട്ടുന്നത് 50 വോൾട്ട് ആണ്. ഇപ്പം VS തന്നിട്ടുണ്ട്. എത്രയാ? VS എന്ന് വെച്ചാൽ 50 വോൾട്ടും തന്നിട്ടുണ്ട്. ആ പവർ തന്നിട്ടുണ്ട്, 10 വാട്ട് പവർ തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദി ഇൻപുട്ട് വോൾട്ടേജ്? ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? P എത്രയാണെന്നാണ് കണ്ടുപിടിക്കുക. വാട്ട് ഈസ് എ കറണ്ട് ഇൻ ദ പ്രൈമറി? IP കണ്ടുപിടിക്കണം. ചോദ്യങ്ങളൊന്നും കണ്ടാലും ബോധം കൊണ്ടൊന്നും വീടരുത്. ആദ്യമേ തന്നിരിക്കുന്നിടത്ത് എഴുതുക, അപ്പം തന്നെ ഐഡിയ കിട്ടും നിങ്ങൾക്ക്. അപ്പൊ ആദ്യം എന്താ തന്നിട്ടുള്ളത്? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറിയിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എഴുതാം NS. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറീസ് 2000 ടേൺസ്. ഇനി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ആണ്, പ്രൈമറി. അടുത്ത നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി, NS = 500 ടേൺസ്. സെക്കൻഡറിയിൽ 500 ഉണ്ട്. വേറെ എന്താ തന്നിട്ടുള്ളത് അവര്? വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി. സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് തന്നിട്ടുണ്ട്. എത്രയാ? 50 വോൾട്ട്. പിന്നെ പവർ തന്നിട്ടുണ്ട് 10 വോൾട്ട്. ഈ പവറിന്റെ കാര്യം ശ്രദ്ധിക്കണേ. ഈ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ഈസ് ഡിവൈസ്
യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദി AC വോൾട്ടേജ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ പവർ എന്നാണ്. അപ്പോൾ ഇവിടുത്തെ പവറും കോൺസ്റ്റന്റ് ആണെന്നുള്ളൊരു ബോധം, വ്യക്തമായ ബോധം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത് പിന്നീട് ഉപയോഗിക്കുന്നത്. ശരി, നമുക്കിനി കണക്ക് ചെയ്ത് നമ്മളൊരു ഇക്വേഷൻ എഴുതി തന്നില്ലേ. ഇപ്പം VS ഉണ്ട്, കണ്ടുപിടിക്കേണ്ട VP ആണല്ലേ, VP കണ്ടുപിടിക്കണം. അപ്പോൾ VS, VP, NS, NP തമ്മിൽ ഇവർ നാലും കൂടെ ലിങ്ക് ചെയ്ത് ഏതൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നില്ല നിങ്ങൾക്ക്, ഏതായിരുന്നു? യെസ്, വി നോ ദാറ്റ് VS by VP ഈക്വൽ ടു NS by NP. ഈക്വൽ ടു വന്നത് നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. VS ഇൻറ്റു NP ഈക്വൽ ടു NS ഇൻറ്റു VP. ഇതിൽ കണ്ടുപിടിക്കേണ്ട ആരായിരുന്നു? VP അല്ലേ കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കേണ്ട ആളുടെ സ്ഥാനം മാറ്റരുത്, അവൻ അവിടെ തന്നെ നിൽക്കട്ടെ. അവനെ ഒറ്റപ്പെടുത്തുക, കണ്ടുപിടിക്കുന്ന ആളിനെ ഒറ്റപ്പെടുത്തുക. അവൻ്റെ കൂടെയുള്ള NS ഇങ്ങോട്ട് വരട്ടെ, ഗുണിച്ചിരിക്കുന്ന NS ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? അതേ, ഡിവൈഡഡ് ബൈ NS. ഇപ്പുറത്ത് അല്ലെങ്കിലും VS NP ഉണ്ട്, ഗുണിച്ചിരിക്കുന്ന NS ഇവിടെ വന്നപ്പോൾ ഡിവൈഡഡ് ബൈ NS. പിന്നെ ഇപ്പുറത്ത് ആര് മാത്രമേ ഉള്ളൂ? VP. ഇക്വേഷൻ കിട്ടി. VP നമുക്കൊരു ഭംഗിക്കായിട്ട് തിരിച്ചെഴുതാം. VP ഈക്വൽ ടു VS ഇൻറ്റു NP ഡിവൈഡഡ് ബൈ NS. ഇനി വേണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ആദ്യമേ കയറി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കരുത്. അങ്ങനെ കൊടുത്താലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിക്രിയകൾ ചെയ്യുമ്പോൾ പലപ്പോഴും തെറ്റാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്റ്റെപ്സുകൾ നമുക്ക് കുറേ സമയം വേസ്റ്റ് ആവും, 5-6 സെക്കൻഡ് അവിടെ വീണ്ടും വേസ്റ്റ് ആവും. അതുകൊണ്ട് മാക്സിമം ഇങ്ങനെ എഴുതി നമ്മുടെ ഇക്വേഷനിൽ എത്തിയതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വളരെ കൺവീനിയൻ്റ് ആയിരിക്കും. ഇങ്ങനെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. ഈക്വൽ ടു ആദ്യം ആരാ കിടക്കുന്നത്? VS അല്ലേ. VS എത്രയുടെ? VS 50 വോൾട്ട്. 50 ഇൻറ്റു NP എത്ര? NP 2000. ഡിനോമിനേറ്ററിൽ NS, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എത്ര? 500. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0. 5 ഉണ്ട്, 20 ഉണ്ട്. 5 20 എത്ര വട്ടം പോവും? 5 20 4 വട്ടം പോവും. പിന്നെ 50 ഉണ്ട്, ഒരു 4 ഉണ്ട്. 50 ഗുണം 4 200. അതായത് വോൾട്ടേജിന്റെ പ്രൈമറി എത്രയാണ്? 200 വോൾട്ടേജ് ആണ് എവിടെ ഉള്ളത്? പ്രൈമറിയിൽ. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിന്റെ A പാർട്ട് ചോദ്യം ഉത്തരം എഴുതാം. പ്രൈമറി വോൾട്ടേജ്, ഇവിടുത്തെ വോൾട്ടേജ് എത്ര? പ്രൈമറി വോൾട്ടേജ് 200 സെക്കൻഡറി വോൾട്ടേജ് സെക്കൻഡറി എത്രയാ? 50 വോൾട്ട്. നിങ്ങൾ ഇനി പറഞ്ഞ ഏത് ട്രാൻസ്ഫോമറാണ് ഇനി പറഞ്ഞേ? ഇവിടെ വോൾട്ടേജ് ഭയങ്കര കൂടുതലായിരുന്നു, ഇവിടെ എത്തിയപ്പോഴത്തേക്കും വോൾട്ടേജ് നല്ല കുറഞ്ഞു. അപ്പം വോൾട്ടേജ് കുറച്ച് കൊടുത്തു. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ട്രാൻസ്ഫോമർ? യെസ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ആദ്യമേ കാര്യം നിങ്ങൾ ആലോചിച്ച് എഴുതാൻ നിൽക്കരുത്, നമുക്ക് കിട്ടിയിട്ട് എഴുതിയാൽ മതി, അതാണ് ഏറ്റവും നല്ലത്. ദിസ് ഇസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ A പാർട്ടായല്ലോ. വോൾട്ടേജിന്റെ പ്രൈമറി കിട്ടി 200 വോൾട്ടേജ്. അടുത്ത് കണ്ടുപിടിക്കേണ്ട കറണ്ടിന്റെ പ്രൈമറി. കറണ്ടിൽ ഇവിടെ നമ്മുടെ പ്രൈമറിയിൽ എത്ര കറണ്ട് ഉണ്ട് നമുക്കറിയാം. പിന്നെ ട്രാൻസ്ഫോമർ പവർ ഇസ് കോൺസ്റ്റന്റ്. പവർ ഇവിടുത്തെ പവറും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് പവർ ഈക്വൽ ടു V ഇൻറ്റു I. നമുക്ക് പ്രൈമറിയെ കുറിച്ചല്ലേ പറയുന്നത്, അപ്പം നമുക്ക് എഴുതാം VP ഇൻറ്റു IP. സെക്കൻഡറി പറയുന്നില്ലല്ലോ, പ്രൈമറി മാത്രം. സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ചെയ്യേണ്ടത് കറണ്ടിന്റെ പ്രൈമറി കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ IP ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പം IP കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണം. അപ്പം നമുക്ക് എഴുതാം P is equal to VP ഇൻറ്റു IP ആണെങ്കിൽ IP എന്ന് വെച്ച് കഴിഞ്ഞാൽ P ഡിവൈഡഡ് ബൈ VP ആയിരിക്കും. മൾട്ടിപ്ലൈ ചെയ്ത VP ഡിവിഷൻ ആയിട്ട് മാറി. ഈക്വൽ ടു പവർ എത്രയാണ്? പവർ തന്നിട്ടുണ്ടല്ലോ. പവർ എത്രയാ? 10 ബൈ VP എത്രയാ? വോൾട്ടേജ് എന്താ പ്രൈമറി നമ്മൾ നേരത്തെ ചെയ്ത് കിട്ടി. എത്രയാ കിട്ടി? 200. 0 ക്യാൻസൽ. 1/20. 1/2 0.5. അപ്പൊ 1/20 എന്ത് കിട്ടും? 0.05 അമ്പിയർ കറണ്ട് അല്ലേ കണ്ടുപിടിച്ചത്. യൂണിറ്റ് എഴുതാൻ ആരും മറക്കരുത്. യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ ആരും മാർക്ക് ഉറപ്പായിട്ടും ടീച്ചർ കുറച്ചിരിക്കും. അപ്പൊ നമ്മുടെ കറണ്ടിന്റെ പ്രൈമറി എത്ര കിട്ടി? 0.05 ആമ്പിയർ. കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ വോൾട്ടേജ് കൂടുതലാണ്. കറണ്ടിന്റെ വോൾട്ടേജ് കൂടി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നല്ലോ, വോൾട്ടേജ് കൂടി നിൽക്കുകയാണെങ്കിൽ കറണ്ട് എന്ത് ചെയ്തിരിക്കും? കുറഞ്ഞിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ കുറഞ്ഞു നിൽക്കും? നമ്മുടെ പവർ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയാണ്. ഇവിടെ 200 ഉണ്ടെങ്കിൽ പ്രൈമറിയിലെ കറണ്ട് എത്ര? 0.05. ഭയങ്കരമായിട്ട് കുറഞ്ഞാണ്ടോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യണം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പം ഈ ഒരു ടൈപ്പ് ചോദ്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണേ. ഇത് വെച്ച് പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പം VP ഇൻറ്റു IP എന്ന് നമുക്ക് എഴുതാം, VS ഇൻറ്റു IS എന്നും എഴുതാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പ് ചോദ്യം എല്ലാ കുട്ടികളും ചെയ്യുമെന്ന് സാർമാർക്ക് അറിയാം. അതുകൊണ്ട് ഇത് ചോദിക്കാനുള്ള സാധ്യത അല്പം കുറവാണ്. പക്ഷേ ഈ ഒരു സംഭവം രണ്ടിടത്തുമുള്ള പവർ കോൺസ്റ്റന്റ് ആണെന്നുള്ള ഒരു തിയറം വെച്ച്, അല്ല ആ ഒരു കോൺസെപ്റ്റ് വെച്ച് ചോദ്യങ്ങൾ വരാം. പല കുട്ടികൾ ഈ ചോദ്യം ഈ മറ്റേ IP IS ഒക്കെ ചെയ്ത് വെച്ച് ചെയ്യും. അത് ഭയങ്കര പാടാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ടൈപ്പ് ചോദ്യങ്ങൾ മാക്സിമം ചെയ്തിട്ട് പോകും.